അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു തലശ്ശേരി ബിരിയാണി സ്പോട്ട് കൂടെ. തിരുവനന്തപുരത്ത് ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ബിരിയാണി തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. നവാസ് ഭായിയുടെ ബിരിയാണി കിടിലമാണ്. വെമ്പായത്താണ് ഇവരുടെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരിപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ചിക്കൻ, മട്ടൺ, ബീഫ് കൂടാതെ ഹൈദരാബാദി ഡെയിലി കണ്ടോ ഇതുപോലെ 5-6 ദം ഇവർ ഇടാറുണ്ട്. എല്ലാം പ്രോപ്പർ ദം ബിരിയാണി കേട്ടോ. ഇവരുടെ ഹൈദരാബാദൊക്കെ വേറെ ലെവലാണ്. ബിരിയാണിയിൽ 2 വേരിയൻ്റ് ഉണ്ട്. കൈമ റൈസ് വെച്ചിട്ടുള്ളതിനാണെങ്കിൽ 170 രൂപയും അതിൽ മുട്ടയും വരുന്നുണ്ട്. നോർമൽ റൈസിലെ ആണെങ്കിൽ 120 രൂപയ്ക്കും കിട്ടും. അതും 2 പീസൊക്കെ വെച്ചിട്ടുള്ള ബിരിയാണി കേട്ടോ. ഞാൻ എന്തായാലും ഇവരുടെ ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഡേറ്റ്സ് പിക്കിൾ കിടിലാണ് കേട്ടോ. മുട്ടയുണ്ട്, നല്ല കിടിലൻ ബീഫിൻ്റെ പീസസ്, അതും നല്ല പഞ്ഞി പോലെ വെന്തത്. മറ്റൊരു ഹൈലൈറ്റ് ഇവരുടെ ഈ ഒരു മസാല ഒരു കല്യാണ ബിരിയാണിയുടെ അതേ മസാല തന്നെയാണ് കേട്ടോ. ഒരു കല്യാണത്തിനൊക്കെ പോയി ബിരിയാണി കഴിച്ച ഒരു ഫീല്. ട്രിവാൻഡ്രത്ത് ഹൈദരാബാദ് ബിരിയാണിക്ക് നല്ല ക്ഷാമമുണ്ട്. കിട്ടുന്നിടത്ത് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ നിലവിൽ ട്രിവാൻഡ്രത്ത് കഴിച്ചിട്ട് വെച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈദരാബാദ് ബിരിയാണി ആയിരുന്നു ഇവരുടെ. അതുപോലെ ഇവരുടെ ചിക്കൻ 65 ഈ ഒരു ലെമണൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് നല്ല ഡ്രൈ ആയിട്ട് ഇതിനകത്ത് കിടക്കും. പിന്നെ ഇവർക്ക് ഒരുപാട് വേരിയന്റ് മിൽക്ക് ഷേക്സും ഉണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റും. പാഴ്സലാണ് കൂടുതൽ പോകുന്നത്. ഇവിടുത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്തൻകോട് നിന്ന് മ്യൂസിയം പോകുമ്പോഴാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്.